നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു നവഗ്രഹങ്ങളിൽ സേനാനായകനായ സത്വത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, സാഹസികതയുടെ ഒക്കെ പ്രഭാകേന്ദ്രമായ ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും. ചൊവ്വ 2025 ഡിസംബർ 7-ാം തീയതി ധനുരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 1201 മകരമാസം 1-ാം തീയതി വരെ, അതായത് 2026 ജനുവരി 15 വരെ ചൊവ്വ ധനുരാശിയിലാണ്. പിന്നെ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമായ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 3 രാശികൾ വൃശ്ചികം, ധനു, മകരം. ചൊവ്വ വളരെ ബലവാനാണെന്ന് അറിയുക. ഇപ്പോൾ ചൊവ്വ ധനുരാശിയിൽ നിൽക്കുന്നു. ഏതെല്ലാം രാശിക്കാർക്ക് ഈ ചൊവ്വ നന്മകളെ പ്രദാനം ചെയ്യുമെന്ന് നമുക്കാദ്യം ചിന്തിക്കാം. മേടം രാശിക്കാർക്കും, കർക്കിടകൻ രാശിക്കാർക്കും, തുലാൻ രാശിക്കാർക്കും, വൃശ്ചികൻ രാശിക്കാർക്കും, ധനുരാശിക്കാർക്കും, കുംഭൻ രാശിക്കാർക്കും, മീനം രാശിക്കാർക്കും ഈ ചൊവ്വ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. മറിച്ച് ഇടവൻ രാശിക്കാർക്ക്, മിഥുനൻ രാശിക്കാർക്ക്, ചിങ്ങൻ രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, മകരൻ രാശിക്കാർക്കും ഈ ചൊവ്വ മിശ്ര ഫലങ്ങളെയും പ്രദാനം ചെയ്യാം, അല്ലെങ്കിൽ ദോഷഫലങ്ങളെയും പ്രദാനം ചെയ്യാം. ജ്യോതിഷത്തിൽ ചൊവ്വയുടെ കാരകധർമ്മം എന്താണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഭ്രാത സത്വഞ്ച ഭൗമ ക്ഷിതിരപി. ഭ്രാത സഹോദര കാരകനാവുന്നു ചൊവ്വ. സത്വമെന്നാൽ ഇളകാത്ത മനസ്ഥിതിയാണ്. സാഹസികത, ധൈര്യം, എന്തിനേയും പ്രതിരോധിക്കുവാനുള്ള ചങ്കൂറ്റത്തെയൊക്കെയാണ് നാം സത്വബലം എന്ന് പറയുന്നത്. അത് ചൊവ്വയുടെ കൈമുതലാണ്. ക്ഷിതിരപി, ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. ചൊവ്വ ഭൂമികാരകനാണ്. അതിനാൽ ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും, കൺസ്ട്രക്ഷൻ മുതൽ ഭൂമി ക്രയവിക്രയങ്ങൾ, ഭൂമിയുടെ ലാഭം, ഇതൊക്കെ തന്നെ ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ ബലവും കൂടി നാം അറിയേണ്ടതുണ്ട്. ഇവിടെ ചൊവ്വ ധനുരാശിയിൽ തൻ്റെ സുക്ഷേത്രത്തിൽ വളരെ ശക്തരായി നിലകൊള്ളുന്നു. അതിനാൽ നമുക്ക് ഓരോ രാശിക്കാരുടെയും ചാരവശാൽ ഈ ചൊവ്വയുടെ മാറ്റം എത്രത്തോളം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന വിഷയം ചിന്തിക്കാം, ചർച്ച ചെയ്യാം. വൃശ്ചികൻ രാശിക്കാർക്ക് ആ രാശിയുടെ അധിപനാണ് ചൊവ്വ. അത് നിൽക്കുന്നത് ധനുരാശിയിലാണ്. അതിനാൽ പലപ്പോഴും സാമ്പത്തിക വിഷയത്തിൽ നിയന്ത്രണം പാലിച്ചാൽ, ഭൂമി വിവാദങ്ങൾ ഉണ്ടായ വിഷയങ്ങളിലൊക്കെ മധ്യസ്ഥത പറഞ്ഞ് തൻ്റെ വാക്കുകൊണ്ട് അവിടെ തനിക്ക് നേടാം. ശ്രദ്ധിക്കണം. കിട്ടുന്ന ധനത്തെ സേവ് ചെയ്യാൻ അറിയണം. അല്ലാതെ എനിക്ക് ഇത്ര ധനം കിട്ടി എന്നൊക്കെ പറഞ്ഞ് അർമാന്തിക്കുക എന്ന് വെച്ചാൽ അഹങ്കരിച്ചാൽ ആ ധനം അപ്രകാരം തന്നെ നഷ്ടപ്പെട്ടു പോകും. 2-ൽ ചൊവ്വ നിൽക്കുമ്പോൾ അങ്ങനെയുടെ ഫലം പറഞ്ഞിട്ടുണ്ട്. ഭവേത്യസ്യക്കും വിദ്യമാനേ കുടുംബേ ധനേ അങ്കാരകോ യസ്യലബ്ധേ ധനേക്കും. 2-ൽ ചൊവ്വ നിന്നാൽ എത്ര ധനം കിട്ടിയിട്ട് എന്ത് കാര്യം? യഥാ ത്രായതേ മർക്കട കണ്ഠഹാരം. കുരങ്ങനെ മാല കിട്ടിയതുപോലെ തൻ്റെ കാശ് മുഴുവൻ നഷ്ടപ്പെടുത്തും അയാൾ. പുനഃ സന്മുഖങ്കോ വ്രജേത് ബാധഭക്ത. വാദത്തിൽ പരാജയപ്പെട്ട വ്യക്തി പിന്നെ തിരിച്ചു വരില്ല. 2-ൽ ചൊവ്വ വന്നാൽ വളരെയധികം പരുഷമായി സംസാരിക്കും. അതിനാൽ പലപ്പോഴും എതിരാളികളെ നിലംപരിശാക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച് ബുദ്ധിമുട്ടും. ഒരാൾ ജാതകത്തിൽ 2-ൽ ചൊവ്വ വന്നാൽ, സ്ത്രീയുടേതായാലും പുരുഷൻ്റേതായാലും, അവരെ പറഞ്ഞു ജയിക്കാൻ വലിയ പ്രയാസമാണ്. അവരനാവശ്യമായി ആർഗ്യിക്കും, തർക്കിക്കും. താൻ ജയിക്കണമെന്നൊരു ഒരൊറ്റ ചിന്ത മാത്രമേ അവർക്കുണ്ടാവുകയുള്ളൂ. ധാരാളം നമ്മുടെ സ്വന്തം വീടുകളിൽ നമുക്ക് കാണാം. ഭാര്യയായാലും സഹോദരങ്ങളായാലും ഒക്കെ തന്നെ 2-ൽ ചൊവ്വ വന്നാൽ വളരെയധികം മോശമായിരിക്കും അവരുടെ നാവ്. ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രേ ജിഹ്വാഗ്രേ മിത്രബാന്ധവാഹ ബന്ധനം ചെയ്വ ജിഹ്വാഗ്രേ മരണം ധ്രുവം. ഇത് വൃശ്ചികൻ രാശിക്കാർ ഇപ്പോൾ ആലോചിക്കണം. തൻ്റെ നാവിലാണ് തൻ്റെ ഐശ്വര്യം. തൻ്റെ എല്ലാം സുഹൃത്തുക്കളും ബന്ധുക്കളും ധനവുമൊക്കെ എൻ്റെ നാവാണ്. തന്നെ ബന്ധിക്കുന്നതും തൻ്റെ നാവാണ്. തന്നെ ബാധിക്കുന്നതും തൻ്റെ നാവാണ്. ഈ ഒരു തത്വം വൃശ്ചികൻ രാശിക്കാർ അറിഞ്ഞാൽ അത് വളരെ നല്ലത്. പിന്നീട് 2-ൽ ചൊവ്വ വരുമ്പോൾ വരാഹമിഹിരാചാര്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കഥന്നഹ, കുൽസിതമായ അന്നം ഇഷ്ടപ്പെടും. വയറിന് വേണ്ടാത്ത ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഭോഗേ രോഗഭയം, രോഗത്തെ ഭയക്കണം. പലപ്പോഴും ഫുഡ് പോയ്സൺ വരാം. അമിതമായ ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം. ഭോഗേ രോഗഭയം, രോഗത്തെ ഭയക്കണം. അതിനാൽ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക. അനാവശ്യമായ വാഗ്വാദങ്ങൾ ഈ 40 ദിവസം പാടില്ല. പക്ഷേ ഈ ചൊവ്വ ഭൂരിദ്രവ്യോ നബഹൃതധനി ഭക്തരോഗി ദിതീയേ,
ധനമുണ്ടാവും. അതിനെ ഉപയോഗിച്ചാൽ നല്ലതാണെന്ന് മാത്രം. ശ്രദ്ധിച്ചുപയോഗിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇത് മാത്രം വൃശ്ചിക രാശിക്കാർ അറിഞ്ഞാൽ മതി. എടുത്ത് ചാടേണ്ട. ചൊവ്വ പെട്ടെന്ന് BP തരും, പെട്ടെന്ന് പ്രഷർ വരും. അതിനാൽ പലപ്പോഴും എടുത്തിയാടി സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. ഇതറിഞ്ഞ് പെരുമാറിയാൽ ഈ ചൊവ്വ, കാരണം ചൊവ്വ ലഗ്നാധിപനാണ്, വൃശ്ചിക രാശിയുടെ അധിപനാണ്. അയാൾ ധനസ്ഥാനത്ത് നിന്ന് ധനമുണ്ടാകും. പക്ഷെ അവിടെ ഞാൻ സൂചിപ്പിച്ചു, 6ാം ഭാവാധിപത്യമുണ്ട്, രോഗാധിപത്യം ഉള്ളത് കൊണ്ടാണ് നാം പറഞ്ഞത് ദ യൂട്ടിലിറ്റി ഓഫ് ദ മണി ഷുഡ് ബി വെരി കെയർഫുൾ. പിന്നെ നേത്രരോഗം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട്, കണ്ണിനെ ശ്രദ്ധിക്കണം വളരെയധികം. നന്ദി, നമസ്തേ.